ഞാൻ നാളെ മരിക്കുകയാണെങ്കിൽ എൻ്റെ കുടുംബം എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കറിയില്ല. അത്ര ദയനീയമാണ് എൻ്റെ സാമ്പത്തിക സ്ഥിതി. ഞാനൊരു കാർ വാങ്ങിയത് തന്നെ വായ്പ എടുത്താണ്. എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ബാലൻസ് എന്ന് പറയാൻ ഒന്നും തന്നെയില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന PB ഗജേന്ദ്ര ഗഡ്കറോട് പറഞ്ഞ വാക്കുകളാണിത്. ശാസ്ത്രി മരിക്കുന്നതിന് ഏതാനും ദിവസം മുമ്പ് പറഞ്ഞ ഈ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തായിരുന്ന ഗജേന്ദ്ര ഗഡ്കർ തൻ്റെ ടു ദ ബെസ്റ്റ് ഓഫ് മൈ മെമ്മറി എന്ന ആത്മകഥയിൽ വിവരിച്ചിരിക്കുന്നു. ശാസ്ത്രിയുടെ മരണം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ പ്രാരാബ്ദങ്ങളുടെയും സാമ്പത്തിക ബാധ്യതകളുടെയും നടുവിലേക്ക് തള്ളി വീഴ്ത്തി. 25 വർഷത്തോളം UP മന്ത്രിസഭയിലും കേന്ദ്ര മന്ത്രിസഭയിലും അംഗമായിരുന്നതിന് ശേഷമാണ് ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്. കേന്ദ്ര മന്ത്രിസഭയിൽ റെയിൽവേ വകുപ്പിൻ്റെയും ആഭ്യന്തര വകുപ്പിൻ്റെയും ചുമതല വഹിച്ച ക്യാബിനറ്റ് മന്ത്രി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ ഒരു വിദേശ പത്രം ശാസ്ത്രിയെ വിശേഷിപ്പിച്ചത് സ്വന്തമായി ഒരു ഹോം ഇല്ലാത്ത ഒരു ഹോം മിനിസ്റ്റർ എന്നാണ്. ശാസ്ത്രിയുടെ മരണത്തിനു ശേഷം അദ്ദേഹത്തിൻ്റെ വിധവ ലളിത ശാസ്ത്രിയും വിദ്യാർത്ഥികളായിരുന്ന മക്കളും ഒരു വാടക വീട്ടിലേക്ക് താമസം മാറ്റി. പക്ഷേ വാടകയ്ക്കും നിത്യ ചെലവുകൾക്കും പണമെവിടെ? MP-മാർക്കും MLA-മാർക്കും അവരുടെ കുടുംബത്തിനും പെൻഷനോ ആനുകൂല്യങ്ങളോ ലഭിക്കാത്ത കാലമായിരുന്നു അത്. അതുകൊണ്ട് ശാസ്ത്രിയുടെ വിധവയ്ക്കും മക്കൾക്കും ജീവിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സഹായമെന്ന നിലയിൽ കേന്ദ്ര സർക്കാർ 1000 രൂപ പ്രതിമാസ അലവൻസ് അനുവദിച്ചു. 2 ആൺമക്കളുടെ വിദ്യാഭ്യാസ ചെലവുകൾക്കായി പ്രതിമാസം 100 രൂപയുടെ സഹായധനവും പ്രതിമാസം 210 രൂപ വാടക കൊടുക്കേണ്ട ഒരു വീട്ടിലേക്കാണ് ആ കുടുംബം താമസം മാറ്റിയത്. ബാക്കിയുള്ള തുകയിൽ നിന്ന് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ശാസ്ത്രി വാങ്ങിയ കാറിൻ്റെ വായ്പയുടെ ഗഡുക്കൾ അടയ്ക്കണം. അത് കഴിഞ്ഞുള്ള പണം കൊണ്ടാണ് ആ കുടുംബം ഡൽഹിയിൽ ജീവിച്ചത്. വാസ്തവത്തിൽ ശാസ്ത്രിയെപ്പോലുള്ള ചില പുണ്യാത്മാക്കൾ ജനിച്ച് ജീവിച്ച രാജ്യമായതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യ ഇന്നും നിലനിൽക്കുന്നത്. ശതകോടീശ്വരന്മാർക്ക് വിടുവേല ചെയ്യുന്ന ഭരണാധികാരികളുള്ള വർത്തമാനകാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയെ നമുക്ക് നന്ദിയോടെ ബഹുമാനത്തോടെ ഓർക്കാം.